ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതാ അതിനിർണായകമായ മറ്റൊരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. സമയത്തെ പത്മകുമാറിന്റെ ഭരണസമിതിയിലെ അംഗം കൂടിയായ വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും ഒടുവിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. വിജിൻ വായാന്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, ഇതിപ്പോൾ നമുക്കറിയാം നേരത്തെ ഈ ദേവസ്വം ബോർഡിനെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്കൊക്കെ വന്നപ്പോൾ, കണ്ടെത്തലുകളിലേക്കൊക്കെ വന്നപ്പോൾ വലിയ തരത്തിലുള്ള ന്യായീകരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പത്മകുമാറിന് പിറകെ മറ്റൊരു അറസ്റ്റ് കൂടി വന്നിരിക്കുന്നു. അമൃത, നിലവിൽ എന്തായാലും എൻ വിജയകുമാറിന്റെ അറസ്റ്റ് അത് CPM-ന് വളരെ നിർണായകമായ തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എൻ വിജയകുമാർ മുൻപ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് എൻ വിജയകുമാർ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് അംഗമായി മാറുന്നത്. തിരുവനന്തപുരം കോവളം സ്വദേശിയാണ്. CPM-മായി ഏറ്റവും അടുത്ത ബന്ധമുള്ള CPM-ന്റെ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ തന്നെ നേതാവായൊക്കെ പ്രവർത്തിച്ച ആളാണ്. അതിനുശേഷം അദ്ദേഹം ദേവസ്വം ബോർഡ് അംഗമാകുന്നു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം. അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യുന്നതോടെ മൂന്നാമത്തെ CPM-മായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആദ്യം എൻ വാസുവിനെയും ഒപ്പം തന്നെ എ പത്മകുമാറിനെയും പിന്നീട് ഇപ്പോൾ CPM-മായി അടുത്ത ബന്ധം പുലർത്തുന്ന CPM അംഗം എന്ന് പറയാൻ കഴിയുന്ന CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഒക്കെയായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയായ എൻ വിജയകുമാറിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനമായും എടുത്തു കാണുന്നത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നിലവിൽ സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ. വീണ്ടും 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 ഓരോ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. സഖാക്കൾ വരി വരി വരിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു ഘോഷയാത്രയായി ജയിലിന്റെ കവാടം കടന്ന് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ എന്ന് പറയുന്ന നല്ല ഒന്നാം തരം കറകളഞ്ഞ സഖാവ്, CPM-ന്റെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാവായിരുന്ന പ്രസിഡന്റായിരുന്ന എൻ വിജയകുമാർ, ആ വിജയകുമാർ ഇതാ ഘോഷയാത്രയിൽ അണിചേർന്ന് ജയിലിന്റെ കവാടത്തിലേക്ക് കടന്നിരിക്കുന്നു, ജയിൽ അങ്കണത്തിലേക്ക് കടന്നിരിക്കുന്നു. DYFIയുടെ കുട്ടന്മാരെ പൊതിച്ചോറുമായിട്ട് എത്രയും പെട്ടെന്ന് ജയിൽ കവാടത്തിനെതിരെ എത്തേണ്ടതാണ്. പൊതിച്ചോർ എത്രയും പെട്ടെന്ന്, ഒരു പൊതിച്ചോറിന്റെ ഷോർട്ട് ഉണ്ട്, കുറവുണ്ട്. ആ കുറവ് നികത്താൻ വേണ്ടി DYFI ഗുണ്ടകൾ പൊതിച്ചോറുമായി എത്രയും പെട്ടെന്ന് ജയിൽ കവാടത്തിലേക്ക് എത്തുക. നിങ്ങളുടെ സഖാവ് ഗേറ്റ് കടന്ന് അകത്ത് കയറിയിരിക്കുന്നു. ഇനി ഈ വിജയകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? എന്ന് വന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് 2025 മാർച്ച് 4 വന്ന ഫേസ്ബുക്ക് കുറിപ്പാണ്. എന്താണ് കുറിപ്പ്? കുറിപ്പിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കാർഡാണ്, ഒരു ആശംസാ കാർഡ് അല്ലെങ്കിൽ ഒരു കാർഡാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ആ കാർഡിൽ പറയുന്നത് 2025 മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. CPIM-ന്റെ സംസ്ഥാന സമ്മേളനം, CPIM 24ാമത് പാർട്ടി കോൺഗ്രസ് 2 മുതൽ 6 വരെ ഏപ്രിൽ 25 തമിഴ്നാട്ടിൽ ഉണ്ട് എന്നുള്ളത് 24ാമത്തെ പാർട്ടി കോൺഗ്രസ്. അതിന്റെ മാർച്ച് 2025 മാർച്ച് 6 മുതൽ 9 വരെ CPIM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുന്നതിന്റെ ഒരു കാർഡ് ഫേസ്ബുക്കില് ഈ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി പോസ്റ്റ് ചെയ്തതാണ്. ഇനി ഇതൊക്കെ ഇപ്പൊ കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഇപ്പൊ സഖാക്കൾ ഇരുന്ന് കരയാൻ തുടങ്ങും. എന്താ പറയാ, വിജയകുമാർ കോൺഗ്രസ്സുകാരനാണെന്ന് പറയും. വിജയകുമാർ ചിലപ്പോ ഒരു പടി കൂടി കടന്ന് മുസ്ലിം ലീഗുകാരനാണെന്ന് വരെ പറഞ്ഞേക്കാം. അപ്പൊ അതുകൊണ്ട് അവര് പറയുന്നതിന് മുമ്പ് ആരാണ് വിജയകുമാർ, ഇതൊക്കെ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഡിലീറ്റ് ആകുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. വിജയകുമാർ എൻ അപ്ഡേറ്റഡ് ഹിസ് പ്രൊഫൈൽ പിക്ചർ മാർച്ച് 4, 2025. മാർച്ച് ആ മാസം എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്തതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് സംസ്ഥാന സമ്മേളനം, CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാൻ പോകുന്നത്. ആ കൊല്ലത്ത് നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അതിന്റെ വലിയ പ്രചരണം എന്ന രീതിയിലാണ് ഇയാള് എന്താക്കിയിട്ടുള്ളത്, തന്റെ പ്രൊഫൈൽ ചിത്രം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഫേസ്ബുക്കിൽ മാർച്ച് 4. ഇതൊക്കെ പറഞ്ഞിരുന്നത്
ഇയാളൊരു സഖാവാണ്, കറകളഞ്ഞ സഖാവാണ്. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പാടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ വിജയകുമാർ എൻ എന്ന് പറയുന്ന വ്യക്തി പത്മകുമാറിന്റെ വലങ്കയ്യായിരുന്നു. പത്മകുമാറിന്റെ ദേവസ്വം ബോർഡിൽ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ദേവസ്വം ബോർഡിലെ പത്മകുമാറിന്റെ വലങ്കൈ, ദേവസ്വം ബോർഡ് അംഗം, CPM-ന്റെ നേതാവ്, എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ്, സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. അപ്പൊ വെറുതെ പ്രസിഡന്റ് അല്ല, സെക്രട്ടേറിയറ്റിൽ എന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ്, CPM സംഘടന, CPM-ന്റെ അസോസിയേഷൻ, എംപ്ലോയീസ്, സെക്രട്ടേറിയറ്റിലെ എംപ്ലോയികൾക്ക് ഓരോ പാർട്ടിക്കും അസോസിയേഷനുകളുണ്ട്. അതിലെ CPM-ന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പാടാൻ പറ്റും. അടുത്ത വിക്കറ്റ്, the next wicket gone, N വിജയകുമാർ ഫ്രം കോവളം. സഖാവാണ്, CPM-ന്റെ നേതാവാണ്, പത്മകുമാറിന്റെ വലങ്കയ്യായിരുന്നു. ഏത് ആദ്യം അറസ്റ്റില പത്മകുമാറിന്റെ വലങ്കയ്യായിരുന്ന N വിജയകുമാറിനെ അന്വേഷണ സംഘം SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ SIT എന്തുകൊണ്ട് പത്മകുമാർ പറഞ്ഞതാണ് വിജയകുമാർ എന്റെ ചങ്കാണ് എന്നാ പറഞ്ഞത്. പത്മകുമാർ എന്റെ ചങ്ക്, അയ്യന്റെ പൊന്നടിച്ചു മാറ്റാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ചങ്കാണ് എന്നാ പറഞ്ഞ. ആ ചങ്കിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം SIT-യോട് ചോദിച്ചിരുന്നു. ഇന്നിപ്പോ SIT തന്നെ വിജയകുമാറിനെ അറസ്റ്റ് തൂക്കിയെടുത്ത് അകത്തിട്ടു. അവിടെ AKG സെന്ററിൽ ഒരു പൊതി കെട്ടുന്നുണ്ട്, പൊതിച്ചോറ് കെട്ടി ഭദ്രാക്കുന്നുണ്ട്. അങ്ങ് ജയിലിൽ എത്തിക്കാനുള്ള പൊതിച്ചോറ് AKG സെന്ററിൽ കെട്ടി ഭദ്രമാക്കുന്നുണ്ട്. അപ്പോ പാരടിയിൽ പറഞ്ഞ കാര്യങ്ങള്, ആ വരികളെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ സഖാക്കൾ വരിവരിയായി കടന്നു പോകുന്നു ജയിലിലേക്ക്. അയ്യന്റെ പൊന്ന് കെട്ടത് ആരപ്പ എന്ന് ചോദിച്ചാൽ സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പാടാൻ കഴിയും. ഞാനിത് പാടിക്കൊണ്ടിരിക്കുന്നത് എന്തറിയാമോ, ഭയങ്കര സന്തോഷം തരുന്നൊരു നിമിഷമാണ്. കാരണം ഒന്ന്, അയ്യന്റെ പൊന്ന് കട്ട ആളുകളെ പിടികൂടുന്നു എന്നുള്ള കാര്യം. രണ്ടാമത്തത്, അയ്യന്റെ പൊന്ന് കട്ടത് സഖാക്കളാണ് എന്നുള്ള കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് വലിയ സന്തോഷം. കാരണം അയ്യന്റെ പൊന്നിൽ തൊട്ട് കളിക്കാൻ പാടില്ലേ, മനസ്സിലായില്ലേ? അയ്യന്റെ പൊന്നിൽ തൊട്ട് കളിക്കാൻ പാടില്ലായിരുന്നു. അതും നിങ്ങളൊന്ന് ആലോചിക്കണം. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എന്തിനാ? അയ്യന്റെ പൊന്നും അയ്യന്റെ സംരക്ഷണം, അവിടെ ശബരിമല, ബാക്കിയുള്ള കാര്യങ്ങൾ, സന്നിധാനം, എല്ലാ കാര്യങ്ങൾക്കും സംരക്ഷണമാണ് ദേവസ്വം ബോർഡ്. അവിടുത്തെ കാര്യങ്ങൾ യഥാവിധി ഒരു കുഴപ്പമില്ലാതെ, ഒരു വീഴ്ചകളും ഇല്ലാതെ, ഒരു പോരായ്മകളും ഇല്ലാണ്ട് അത് സജ്ജീകരിച്ച് സന്നദ്ധമാക്കി കൊണ്ടു നടക്കേണ്ട ആളുകള് അതിനു വേണ്ടി എന്ന് പറഞ്ഞ് അവിടെ കയറിയിട്ട് ഇവര് ചെയ്തത് അയ്യന്റെ പൊന്നു കട്ടതാണ്. സഖാക്കളാണത് ചെയ്തത്, സഖാക്കളെ അത് ചെയ്യുള്ളൂ. കാരണം ഇവരിത് ചെയ്യുന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരുന്നു. കാരണം എന്താ, അയ്യനെ തെറി വിളിച്ച് നടന്നവരാണ് ഇവര്, അയ്യപ്പനെ അധിക്ഷേപിച്ച് നടന്നവരാണ്, മാളികപ്പുറത്തെയും അയ്യപ്പനെയും കൂട്ടിച്ചേർത്ത് പൈങ്കിളി കഥകൾ ഉണ്ടാക്കിയവരാണ്. ആര്? സഖാക്കള്. ആ സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ കഴിയും. M വിജയകുമാർ എന്ന് പറയുന്ന സഖാവിനെ പോലീസ്, SIT അന്വേഷണ സംഘം തൂക്കിയെടുത്ത് അകത്തിട്ടിരിക്കുന്നു. വിജയകുമാറിന്റെ പേര് പറഞ്ഞെടുത്താരാ? പത്മകുമാറിന് കുറച്ചു ദിവസം അകത്ത് കിടന്നപ്പോ വല്ലാത്തൊരു അസ്കിത. എന്താ അസ്കിത? പത്മകുമാർ കോടതിയോട് പറഞ്ഞത്, ഞാൻ കട്ടിട്ടില്ല എന്നല്ല പറഞ്ഞത്. പത്മകുമാർ കോടതിയോട് പറഞ്ഞത്, ഞാൻ കട്ടിട്ടുണ്ട്, കട്ടത് ഞാൻ തന്നെ. പക്ഷേ കക്കുമ്പോ എന്റെ കൂടെ മറ്റാളുകളുണ്ടായിരുന്നു, അവരൊക്കെ എന്റെ കൂടെ കക്കാനുണ്ടായ ആൾക്കാരാണ്. അതുകൊണ്ട് എന്നെ മാത്രമായിട്ട് അകത്തിടരുത്. ഒന്നില്ലെങ്കിൽ എന്നെ പുറത്തു വിടണം, അല്ലെങ്കിൽ എന്നെ അകത്തിടുകയാണെങ്കിൽ അവരെയും പിടിച്ച് അകത്തിടണം.
എന്തെങ്കിലും ഒന്ന്. അല്ലാതെ ഇത് അവരും ഞാനും ഒക്കെ ഒരുമിച്ച് കട്ടിട്ട് അവര് സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുക, ഞാൻ ജയിലിലും കിടക്കുക, അത് ശരിയാവില്ല. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ എന്നെ പുറത്തു വിടുക, അല്ലെങ്കിൽ അവരെ കൂടി അകത്തിട്ട് കൊണ്ടുവരിക. എനിക്കൊരു കൂട്ടിന് കക്കാന് കൂടെ ഉണ്ടായ ആൾക്കാരാണ് അവര്, ജയിലിലും എനിക്ക് കൂട്ടുണ്ടാവട്ടെ എന്ന് പത്മകുമാർ കോടതിയോട് പറഞ്ഞു. കോടതിക്ക് പിന്നെ താഴ്മേല് നോക്കേണ്ട കാര്യമുണ്ടാവും. അതാണ് വിജയകുമാറിനെ ഇപ്പോ SIT പൂട്ടാനുണ്ടായ കാരണം. ഇത്രയും ദിവസം ഇപ്പൊ കട്ടതൊക്കെ സഖാക്കളാണ്. കട്ടത് വാസുവാണ്, കട്ടത് പത്മകുമാറാണ്, കട്ടത് മുരാരി ബാബുവാണ്, കട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ എടുത്തത് മറ്റ് ഭയങ്കര ബന്ധം, സോണിയാഗാന്ധിയായിട്ടും ഫോട്ടോ എടുത്തതെന്ന് പറയുന്നത്. അപ്പോ ഇന്നലെ സർക്കാർ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ആംബുലൻസിന്റെ താക്കോല് കൈമാറുന്നതാരാ? മുഖ്യമന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോ അരുൺകുമാർ, ഏത് മൊട്ട അരുണല്ല, വേറെ ഒരു അടിമ അരുൺകുമാർ ഉണ്ട്, അഡ്വക്കേറ്റ് അടിമ അരുൺകുമാർ, KS അരുൺകുമാർ എന്നൊക്കെ പറയുന്നത്. ആ അരുൺകുമാർ ഇന്നലെ ചാനൽ ചർച്ചയിൽ ഈ പറയുന്ന ആംബുലൻസ് കൈമാറ്റത്തിന്റെ ആ കാര്യപരിപാടിയുടെ നോട്ടീസ് വായിക്കുന്നത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് നോട്ടീസിൽ എവിടെയുമില്ല. അപ്പോ അരുൺകുമാർ പറയുന്ന നോട്ടീസിലില്ലാത്ത ആൾ അവിടെ വന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല എന്നാ. അപ്പോ അയ്യപ്പദാസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നോട്ടീസിൽ പേരില്ലാത്ത വ്യക്തി എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിക്ക് താക്കോല് കൊടുക്കാൻ എത്തുന്നത്? കാരണം ഇത് പുത്തരിക്കണ്ട മൈതാനത്തോ മാനാഞ്ചിറയിലോ ഒന്നും അല്ല പരിപാടി നടക്കുന്നത്. അവിടെയൊക്കെ ആണെങ്കിൽ ആർക്കും വേണമെങ്കിലും പങ്കെടുക്കാം. പക്ഷെ സെക്രട്ടേറിയറ്റിൽ അങ്ങനെ എല്ലാവർക്കും കയറി പോകാൻ പറ്റൂല. സെക്രട്ടേറിയറ്റിൽ ഒരു കാര്യത്തിന് കയറി പോകണമെന്നുണ്ടെങ്കിൽ തന്നെ പല കടമ്പകളുണ്ട്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റിൽ വെച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് അടുത്ത പ്രൊസീജിയറുകളും നടപടിക്രമങ്ങളും വേറെ ഉണ്ട്. ഇതൊക്കെ കവച്ച് വെച്ച് നോട്ടീസിൽ പേരില്ലാത്ത ആള് മുഖ്യമന്ത്രിക്ക് താക്കോല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് വിടുന്നതൊക്കെ അബദ്ധമാണ്. ആദ്യം വീഡിയോ പുറത്തു വിട്ട് അത് ഇവർക്ക് തിരിഞ്ഞു കുത്തി, ഇപ്പൊ നോട്ടീസ് പുറത്തു വിട്ട് അത് വീണ്ടും തിരിഞ്ഞു കുത്തി, അവസാനം ഇപ്പൊ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. ആരാണ് ചോദിച്ചാല് സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ്, CPM-ന്റെ. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ വീണ്ടും പറയും എന്ത്? സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോ അടിമകൾക്ക് കുരു പൊട്ടും. ആ കുരു പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അടുത്ത് കേൾക്കാം വിജയകുമാർ കോൺഗ്രസ്സുകാരനാണ് എന്ന്. പക്ഷെ അതിനുള്ള തെളിവുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്.